സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേശീയപാതയുടെ നിർമ്മാണത്തിന് മുമ്പ് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലാണ്. തളിപ്പറമ്പ് ബൈപ്പാസിലാണ് ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ തളിപ്പറമ്പ് ബൈപ്പാസിന്റെ വിശേഷങ്ങളാണ് കാണാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ഈ ഒരു ദേശീയപാതയുടെ നിർമ്മാണം തുടങ്ങുന്നതിന് മുമ്പ് കേരളത്തിലെ ഒരുപാട് സ്ഥലത്ത് സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ഇന്ത്യ ഒട്ടാകെ ശ്രദ്ധയാകർഷിച്ച ഒരു സമരം നടന്നൊരു സ്ഥലമാണ് തളിപ്പറമ്പ്. തളിപ്പറമ്പ് ബൈപ്പാസിലെ സമരം അതൊന്നും ആരും മറക്കാൻ ചാൻസ് ഇല്ല. ഏതായാലും സുഹൃത്തുക്കളെ, കുറേ കാലമായി നമ്മൾ ഈ ഭാഗത്തെ വീഡിയോ ചെയ്തിട്ട് ഏകദേശം 10 മാസത്തിൽ ഒരു വർഷത്തിനോട് അടുത്തായിട്ടുണ്ടാകും നമ്മൾ ഈ ഒരു ഭാഗത്ത് തളിപ്പറമ്പ് ബൈപ്പാസിലേക്ക് വീഡിയോ ചെയ്തിട്ട് കേട്ടോ, ഗിയാറ്റൂർ ഭാഗത്തെ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഏതായാലും ഈ ഭാഗത്ത് കാര്യമായിട്ട് എന്താ നടന്നുകയെന്ന് വെച്ചാൽ കുറച്ച് മണ്ണ് കൊണ്ടുവന്ന് തട്ടിയിട്ടുണ്ട്. കാര്യമായിട്ട് ഈ ഒരു ബൈപ്പാസിൽ പുരോഗതി ഇല്ല. അതാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ ഭാഗമൊന്നും ഉൾപ്പെടുത്താതിരുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ഒരു പാലത്തിനപ്പുറത്തേക്കാണ് മേഘ കമ്പനിയുടെ റീച്ച്, അപ്പുറത്തേക്ക് വിശ്വസമുദ്രയുടെ റീച്ചാണ്. കണ്ണൂർ ബൈപ്പാസ് ഉൾപ്പെടുന്ന വിശ്വസമുദ്രയുടെ റീച്ചാണ്. അപ്പോൾ ഈ ഒരു പാലത്തിൻ്റെ പണികൾ, നിലവിലുള്ള പാലം വീതി കൂട്ടുന്ന പണികൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ പാലത്തിൻ്റെ ആ ഒരു ഭാഗം മുതലാണ് മേഘയുടെ റീച്ച്. മേഘയുടെ രണ്ടാമത്തെ റീച്ചാണ്. ഒന്നാമത്തെ റീച്ച് നീലേശ്വരം ആ ഭാഗത്തുള്ള സ്ഥലമാണ്. അപ്പോൾ മേഘ കമ്പനിയുടെ റീച്ചിലെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. കാര്യമായിട്ട് ഒരു പുരോഗതിയും നഹീഹേ. ரொம்ப ദൂരം പോയിട്ട് KNR കമ്പനി, KMC കമ്പനി, മറ്റുള്ള കമ്പനികളൊക്കെ. പക്ഷെ ഇവിടെ ഇപ്പോഴും മേഘ കമ്പനി ഒരു വർഷം മുന്നാടി എപ്പടി ഇരുന്നതോ അപ്പടിയേ ഇരിക്കും. ഈ റോഡൊക്കെ ഒരു വർഷം മുമ്പ്, 1.5 വർഷം മുമ്പ് പണി കഴിഞ്ഞതാണ്. പണി കഴിഞ്ഞ് പറഞ്ഞാൽ DBM ചെയ്യുന്ന പണികൾ കഴിഞ്ഞതാണ്. ഈ ബൈപ്പാസിൽ സർവീസ് റോഡ് ഉണ്ടാവില്ല കേട്ടോ. പൂർണ്ണമായിട്ടും വയലിന് നടുവിലൂടെ പോകുന്ന ഈ ഒരു ബൈപ്പാസിൽ സർവീസ് റോഡ് ഉണ്ടായിരിക്കുന്നതല്ല. വയലിലൂടെയാണ് ഈ ഒരു തളിപ്പറമ്പ് ബൈപ്പാസ് കടന്നു പോകുന്നത്. അപ്പോൾ വയൽ ഭൂമി നികത്തുന്നു. ജലത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള നിർമ്മാണം, അതേപോലെ മത്സ്യസമ്പത്ത്, കൃഷി, ഇതിനൊക്കെ നാശം വരും. അതിനുള്ള ആ ഒരു ബൈപ്പാസ്, ഈ ഒരു അലൈൻമെൻറ്റ് മാറ്റണം എന്ന് പറഞ്ഞിട്ടായിരുന്നു സമരം ഇവിടെ ഉണ്ടായിരുന്നത്. സമരം ഇവിടെ മാത്രമല്ല, ഒരുപാട് സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഈ ഒരു ബൈപ്പാസിൽ വയലുള്ള ഭാഗത്ത് ഇഷ്ടംപോലെ കൾവേർട്ടുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള കൾവേർട്ടുകളും MNBകളും അടിപ്പാതകളും. പഞ്ചായത്ത് റോഡ് കുറുകെ പോകുന്ന സ്ഥലത്തൊക്കെ അടിപ്പാതകളുണ്ട്. അടിപ്പാത ആർക്കും വിട്ടുപോയിട്ടില്ല. നിലവിലുള്ള ക്രോസിംഗ് ഉള്ള സ്ഥലത്തൊക്കെ അടിപ്പാത അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഒരു ഇതൊക്കെ ഉള്ള പോലത്തെ, നമ്മൾ റെയിൽവേൻ്റെ ഇതിലൊക്കെ കാണുന്ന പോലത്തെ അത്തരത്തിലുള്ള ഒരു MNB ആ ഒരു സാധനങ്ങളൊക്കെ ഇവിടെ അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 സൈഡിലും കോൺക്രീറ്റ് വാൾ ഉണ്ടായിരിക്കുന്നതല്ല. നമ്മളെ കോട്ടക്കൽ ബൈപ്പാസിലൊക്കെ ഉള്ളതുപോലെ ടർഫിങ്, അല്ലെങ്കിൽ നമ്മളെ വളാഞ്ചേരി, നമ്മളിപ്പോൾ കേരളത്തിലെ ദേശീയപാതയുടെ നിർമ്മാണത്തിൽ പണി കഴിഞ്ഞ ആ ഒരു വളാഞ്ചേരി ബൈപ്പാസിലൊക്കെ ഉണ്ടല്ലോ, ടർഫിങ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് ആ സൈഡിൽ ഇങ്ങനെ പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് ആ ഒരു സംഭവമാണ് ഇവിടെയും വരുന്നത്. ഇവിടെ കോൺക്രീറ്റ് വാൾ ഉണ്ടായിരിക്കുന്നതല്ല. എന്തായാലും മലബാർ മേഖലയിൽ ദേശീയപാതയുടെ നിർമ്മാണം തുടങ്ങിയ സമയത്തൊക്കെ മലബാർ 2022 കഴിഞ്ഞ് 2023 ഇങ്ങോട്ട് ആയപ്പോൾ മലബാർ മേഖലയിൽ ദേശീയപാതയുടെ നിർമ്മാണം പെട്ടെന്ന് കഴിയും. 2025 തുടക്കത്തോട് കൂടിയിട്ട് പൂർണ്ണമായിട്ടും ദേശീയപാത നമുക്ക് ഗതാഗതത്തിന് തുറന്നു കൊടുക്കാൻ കഴിയും എന്നൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കണ്ണൂർ ജില്ലയിലേക്ക് വരുമ്പോൾ, കണ്ണൂർ, വടകര, അതേപോലെ കാസർഗോഡ് ജില്ലയിലെ രണ്ടാമത്തെ റീച്ച് ആ ഭാഗത്തേക്കൂടെയൊക്കെ പോകുമ്പോൾ ഈ ഒരു ദേശീയപാതയുടെ പണി 2027 അവസാനത്തിലും തീരുമോ എന്നുള്ള ചോദ്യം നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാകും. സർവീസ് റോഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നടുഭാഗത്ത് ഇതാണ് ഇത്ര അധികം സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ഇതിൽ ഞാൻ പുല്ലും കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ സെറ്റായി ഒന്നും കൂടി മൊഞ്ചു കൂടും. 4 മീറ്റർ 3 മീറ്റർ 4 മീറ്റർ ഏകദേശം 4 മീറ്റർ उसका वीडियो एक निकाल है. ओके निकाला. ओके अब मीडियम तकने 4 मीटर नहीं भाई, उसका भी ज़्यादा है. പക്ഷെ നമ്മളെ സർവീസ് റോഡ് ഇല്ലാത്ത മലപ്പുറം ജില്ലയിലെ 1ാമത്തെ റീച്ചിലും 2ാമത്തെ റീച്ചിലും കോട്ടക്കലും അതേപോലെ വളാഞ്ചേരി, അയങ്കലം ഭാഗത്തൊന്നും ഇങ്ങനെയല്ല ചെയ്തിട്ടുള്ളത്. സാധാ കോൺക്രീറ്റ് ബാരിയർ വെച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ സംഭവം അല്ല അടിപൊളിയായിട്ടുണ്ട്. ഇന്ന് 45 മീറ്ററിനാണല്ലോ ഏറ്റെടുത്തിട്ടുള്ളത്. പക്ഷെ അവിടെ കണ്ടങ്ങൾ മീഡിയമുള്ള ആ ഒരു കോൺക്രീറ്റ് ബാരിയറാണ് വെച്ചിട്ടുള്ളത്. പക്ഷേ അത് ഇനി ലൈറ്റ് വെക്കാനുള്ളതുകൊണ്ട് എന്താണെന്ന് അറിയില്ല. പക്ഷെ നല്ല സ്പേസ് ഉണ്ടല്ലോ, ആ ഒരു സ്ഥലമൊക്കെ പരമാവധി ഉപയോഗിച്ച് കാണുന്നുണ്ടെങ്കിൽ മീഡിയയിലുള്ള ആ ഗ്രാസും ചെടികളൊക്കെ വെച്ചാൽ ഒന്നും കൂടി ഒന്ന് ഉഷാറാകും. പക്ഷേ അയങ്കലം അതേപോലെ നമ്മളെ വളാഞ്ചേരി ബൈപ്പാസിലൊക്കെ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഇതൊക്കെ കോൺക്രീറ്റ് വാൾ ഉണ്ടാകില്ല. ഇവിടെ ടർഫിങ് ടെക്നോളജി ആ ഒരു സംഭവം, ടർഫിങ് പരിപാടി ഉണ്ടല്ലോ, ടെക്നോളജി അല്ല ടർഫിങ് പരിപാടി, എല്ലാം ടെക്നോളജി തന്നെ. ആ ഒരു സംഭവം വരും. എന്താല്ലേ ഒരു വയലിൻ്റെ നടുവിലൂടെ. ഇവിടെ കൃഷി വല്ലാതെ നടക്കില്ല തോന്നുന്നു. കാരണം ഈ ഒരു ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അപ്പോഴാണ് നമ്മളിങ്ങോട്ട് വന്നിട്ടില്ല. അന്നേ ഇവിടുത്തെ ആൾക്കാർ വരുന്നത്. ഇവിടെ കാര്യമായിട്ടുള്ള കൃഷികളൊന്നും ഈ ഒരു പാടത്ത് നടക്കൂല. പിന്നെ സർവീസ് റോഡ് ഇല്ലാത്തൊരു സ്ഥലമായതുകൊണ്ട് തന്നെ
ഇനി ഈ ഒരു പാടം നിരത്താനുള്ള അനുമതിയൊക്കെ കിട്ടുമോ എന്ന് നിങ്ങൾക്കറിയില്ല. കിട്ടിയെന്നുണ്ടെങ്കിൽ കെട്ടിപ്പൊക്കലോ മറ്റൊക്കെ ആയിട്ട് റെസ്റ്റോറൻറ്റ് അതേപോലെ പമ്പിനൊന്നും ഏതായാലും അനുമതി കിട്ടും തോന്നുന്നില്ല. കാരണം ഈ ഭൂമി നിരത്തരുത്, ഇങ്ങനെ മണ്ണിട്ട് ഇതിൽ ഇതാക്കരുത് എന്ന് പറഞ്ഞാണല്ലോ അന്ന് സമരം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അങ്ങനത്തെ കച്ചവട സ്ഥാപനങ്ങൾക്കൊക്കെ ഇനി അനുമതി കിട്ടുമെന്ന് അറിയില്ല. ഏതായാലും സർവീസ് റോഡ് ഇല്ലാത്തതുകൊണ്ട് നല്ല അടിപൊളിയാകും ഇവിടെ. ഇതാണ് കിയാറ്റൂർ ക്ഷേത്രം കേട്ടോ. അന്ന് സമര ഭൂമിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടേന്. ഓക്കെ, അപ്പൊ ചേച്ചിമാര് വൈകുന്നേരം നടക്കാനിറങ്ങിയതാണ്. സ്ഥലം ഇവിടെ തന്നെ നിങ്ങൾ വൈകുന്നേരം നടക്കാനിറങ്ങിയതാണ്. അപ്പൊ റോഡ് ഉഷാറായതുകൊണ്ട് നടക്കാനേ. ഓക്കെ, ഏതായാലും നടക്കട്ടെ, വരട്ടെ എടുക്കട്ടെ. അന്ന് സമരമൊക്കെ എങ്ങനെ ഉണ്ടേനി ഇവിടെ? പണി നടക്കും ചെയ്തു. പക്ഷെ റോഡ് ആവശ്യമാണ്. ഏതായാലും നല്ല നഷ്ടപരിഹാരം കിട്ടിയിട്ടുണ്ടോ? അപ്പൊ നിങ്ങള് സ്ഥലം ഇവിടെ തന്നെ. പേരെന്തേനി? പത്മിനി, ലക്ഷ്മി. അപ്പൊ നിങ്ങളെ ഇന്ന് 31-ാം തീയതി വൈകുന്നേരമാണ് ഈ വീഡിയോ എടുക്കണേ. 6 മണി ആയിക്കണേ. അപ്പൊ ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, സന്തോഷമായിക്കട്ടെ. നടക്കാൻ കുറെ ആൾക്കാരുണ്ട് കേട്ടോ. ഇതൊക്കെ സെറ്റ് നടക്കട്ടെ. അപ്പൊ ഇതാണ് കിയാറ്റൂർ ക്ഷേത്രം. വേട്ടക്കുരുമകൻ ക്ഷേത്രം. ഓക്കെ, അത് നമുക്ക് കിയാറ്റൂർ ക്ഷേത്രം ഇങ്ങനെ കേട്ടിക്കണ്. പരിപാടി നിങ്ങളവിടെ നടത്താൻ നടക്കട്ടെ. ഇതിന്റെ 2 സൈഡിലും സ്റ്റീൽ ബാരിയർ വരും കേട്ടോ. ക്രാഷ് ഗാർഡ് അല്ല, സോറി, സ്റ്റീൽ ബാരിയർ വരുന്നതാണ് 2 സൈഡിലും. മറ്റേത് സേഫ്റ്റി ഉണ്ടാവില്ലല്ലോ. സ്റ്റീൽ ബാരിയർ നിർബന്ധമാണ് 2 സൈഡിലും. പക്ഷേ അല്ലാന്നുണ്ടെങ്കിൽ മൃഗങ്ങളൊക്കെ ചിലപ്പോൾ റോഡിലോട്ട് കയറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സ്റ്റീൽ ബാരിയർ ഉണ്ടാകും. എന്നാലും വണ്ടിയൊക്കെ നിർത്താനുള്ള നോ പാർക്കിംഗ് ആണ് ഹൈവേയിൽ മൊത്തം. പക്ഷേ ഇവിടെ കുറച്ചൊരു സ്പേസ് ഒക്കെ വിട്ടൊരു ടേക്ക് എ ബ്രേക്ക് എന്നൊക്കെ ഒരു സ്പോട്ടും കാര്യങ്ങളൊക്കെ കൊടുത്താൽ അടിപൊളിയാകും. പിന്നെ ഈ ഒരു വയഡക്റ്റിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് കാര്യമായിട്ട് ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല. MNBയുടെ കൾവേർട്ടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നല്ലാതെ മണ്ണുട്ടി ഉയർത്തുന്ന പണികൾ കാര്യമായിട്ട് നടന്നിട്ടില്ല. പിന്നെ കഴിഞ്ഞ സമയത്ത് നമ്മളെ ദേശീയപാത പൊളിഞ്ഞു വീണ ഒരു സീസൺ ഉണ്ടല്ലോ, എല്ലായിടത്തും പൊളിഞ്ഞു വെക്കൽ, തള്ളലിൻ്റെ കാലം കഴിഞ്ഞ് വിള്ളലിൻ്റെ കാലം എന്നൊക്കെ പറയുമല്ലോ. ആ ഒരു സമയത്ത് മഴ തുടങ്ങിയ സമയത്ത് മെയ് മാസത്തിൻ്റെ അവസാനത്തിൽ ഇവിടെയുള്ള ഈ ഒരു 2ാമത്തെ റീച്ചിൽ, മേഘയുടെ 2ാമത്തെ റീച്ചിൽ നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ. ഫുള്ള് ചളി ഇങ്ങനെ അടിച്ച്, ചളിവെള്ളം ഇങ്ങനെ അടിച്ച് കയറി. അതിന് പെരാൾക്കൊക്കെ പല സ്ഥലത്തും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. നമ്മളെ നാട്ടിൽ പറഞ്ഞ പോലെ ചൗടി, ഇവിടെ ചേടി, അങ്ങനെ പലതും ഉണ്ട്. അതായത് നമ്മളെ നാട്ടിലെ ചൗടി മണ്ണാണ്, അതായത് ഉറപ്പില്ലാത്ത മണ്ണാണ് ഇവിടെ പല സ്ഥലത്തും. അതിൻ്റെ ശേഷം ആ ഒരു മണ്ണിടിച്ചിലുണ്ടായതിനു ശേഷം കാര്യമായിട്ടുള്ളൊരു പുരോഗതി ഇവിടെ ഉണ്ടായിട്ടില്ല. അതായത് ഒരു 10 മാസത്തിലേറെ ആയിട്ട് ഇവിടെ ഇങ്ങനെ തന്നെയാണ്. അതിൻ്റെ ശേഷം ഇവിടെ മാസ്റ്റിക് പാഡ് ഒട്ടിക്കുന്ന പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കുറേ മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോൾ അന്ന് മാസ്റ്റിക് പാഡ് ഒട്ടിക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഒരു വയഡക്റ്റിൽ. ഇതാണ് ഈ ബൈപ്പാസിലെ ഏക വയഡക്റ്റ്. 600 മീറ്ററിലധികം നീളമുള്ള ഒരു വയഡക്റ്റാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ ഒരു തളിപ്പറമ്പ് ബൈപ്പാസ് യാഥാർത്ഥ്യമാകുമ്പോൾ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. കണ്ണൂർ ടൗൺ, ആ ഒരു തലശ്ശേരി ഭാഗത്തു നിന്നൊക്കെ ആംബുലൻസുകൾക്ക് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ വേണ്ടി പറ്റും. തളിപ്പറമ്പ് ബ്ലോക്കിലൊന്നും പെടാതെ പെട്ടെന്ന് എത്തിപ്പെടാൻ വേണ്ടി പറ്റും. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ മണ്ണിടിച്ചിൽ. ഇതല്ല കേട്ടോ, ഇത് ചെറിയൊരു ഭാഗം മാത്രം. ഒരുപാട് സ്ഥലത്ത് ചൗടി മണ്ണ്, നമ്മൾ ആ ഒരു ചേടി മണ്ണ് എന്തായാലും ആയിക്കോട്ടെ, ആ ഒരു ഉറപ്പില്ലാത്ത മണ്ണുള്ള കാരണത്താൽ പല സ്ഥലത്തും മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് പട്ടുവം റോഡിന് കുറുകെ ഇവിടെ ഒരു ഓവർപാസ് വരുന്നുണ്ട്. ഈ സ്ഥലത്ത് ആ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായതിൻ്റെ കണക്ക് കാര്യമായിട്ടുള്ളൊരു പുരോഗതി ഇവിടെ ഉണ്ടായിട്ടില്ല. ഇവിടെ ഒരു ഓവർപാസ് ആണ് വരുന്നത്. നല്ല താഴ്ചയിൽ മണ്ണെടുത്ത് പാത നിർമ്മിക്കേണ്ട ഒരു സ്ഥലമാണ് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള നമ്മളെ കുപ്പം പാലം വരെയുള്ള ഭാഗം. കുപ്പം പാലത്തിൻ്റെ അവിടെ നിന്നാണ് നമ്മുടെ ഈ ഒരു ബൈപ്പാസ്, തളിപ്പറമ്പ് ബൈപ്പാസ് ആരംഭിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് മണ്ണെടുത്തിട്ടാണ് പാത നിർമ്മിക്കുന്നത്. അതിൻ്റെ ഇടയിൽ 2 കുന്നുകൾക്കിടയിൽ ഒരു വയഡക്റ്റ് ഉണ്ട്. അതായത് കുന്ന് മല ഇങ്ങനെ ഇറങ്ങിപ്പോവുകയാണ്. കേരളത്തിൻ്റെ ഭൂപ്രകൃതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. നമ്മുടെ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ഭൂപ്രകൃതി പോലെയല്ല കേരളത്തിൻ്റെ ഭൂപ്രകൃതി. നമ്മളെ ഈ ഒരു മലബാർ മേഖലയിൽ ഇപ്പോൾ ഈ ഒരു ദേശീയപാത കടന്നു പോകുന്ന കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം, കോഴിക്കോട് ആ ഭാഗത്തൊക്കെ കയറ്റിറക്കങ്ങളുണ്ട്. അതായത് കുന്നും മലയും നിരപ്പാക്കിയിട്ടും അതേപോലെ പാടത്ത് കൂടെയൊക്കെയാണ് ദേശീയപാത കടന്നു പോകുന്നത്. നേരെ മറിച്ച് നമ്മളെ തൃശ്ശൂർ, പൊന്നാനി, ആ കുറ്റിപ്പുറം കഴിഞ്ഞു അയിങ്കലം ഭാഗാണ്ട് തുടങ്ങിയെന്നുണ്ടെങ്കിൽ അയിങ്കലം മുതൽ എറണാകുളം, ആലപ്പുഴ, തൃശ്ശൂർ ജില്ല മൊത്തം ദേശീയപാത സമുദ്രനിരപ്പിനോട് ചേർന്നിട്ട്, അതായത് കുന്ന് മലകളോ ഒന്നുമില്ലാതെ നേരെയാണ് ദേശീയപാത കടന്നു പോകുന്നത്. അത് കഴിഞ്ഞ് കൊല്ലം ജില്ലയിലെ കല്ലമ്പലം ഭാഗം കഴിയണം. പിന്നെ ദേശീയപാതയിൽ ഓവർപാസ്, അതേപോലെ ഈ കട്ട് ആൻഡ് ഫിൽ കാര്യങ്ങളൊക്കെ, ഫില്ല് എല്ലായിടത്തും ഉണ്ടാകും. അതായത് മണ്ണെടുത്ത് ദേശീയപാത നിർമ്മിക്കുന്ന കാഴ്ചകൾ അല്ലെങ്കിൽ ആ പണികൾ കാണുന്നുണ്ടെങ്കിൽ കൊല്ലം ജില്ലയിലെ കല്ലമ്പലം എത്തണം. തൃശ്ശൂർ ഭാഗവും അതേപോലെ എറണാകുളം ജില്ലയിലും ആലപ്പുഴ ജില്ലയിലൊക്കെ സമുദ്രനിരപ്പിനോട് ചേർന്നിട്ടാണ് ദേശീയപാത കടന്നു പോകുന്നത്. ഇവിടെ ഒരു പാലം ഉണ്ട് കേട്ടോ. ഇത് വയഡക്റ്റ് തന്നെയാണ്. ഒരു കുന്നുമെന്ന് മറ്റേ കുന്നുമ്മക്കാണ് പോകുന്നത്. സോറി,
2 വയഡക്റ്റ് ഉണ്ട്. ഒന്ന് ചെറുതാണ്, പക്ഷേ 600 മീറ്ററുള്ള ഒരു വയഡക്റ്റ്, അതാണ് വയഡക്റ്റ് ആയിട്ട് കണക്കാക്കുന്നത്. ഈ ഒരു ഇതൊക്കെ കണ്ടില്ല ഞങ്ങൾ, നല്ല രീതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് ഈ ഭാഗത്ത്. ഇനി അടുത്ത മഴക്കാലമാകുമ്പോഴത്തേന് ഇവിടുത്തെ മണ്ണിടിച്ചിലൊക്കെ കഴിഞ്ഞ് സോയിൽ നെയിലിംഗ് അല്ലാന്നുണ്ടെങ്കിൽ കോൺക്രീറ്റ് വാളോ എന്താണെന്നുണ്ടെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റി പെട്ടെന്ന് തന്നെ ഇതിനൊരു തീരുമാനം എടുക്കുകയെന്നുണ്ടെങ്കിൽ 2025 അവസാനത്തോട് കൂടിയിട്ട് നമുക്ക് തളിപ്പറമ്പ് ബൈപ്പാസിലൂടെയൊക്കെ വാഹനം ഓടിച്ചു പോകാം. ഏതായാലും എനിക്കൊന്നുകൊണ്ട് കണ്ണൂർ ജില്ലയിലെ ദേശീയപാതയുടെ മൊത്തം പണി കഴിയണമെന്നുണ്ടെങ്കിൽ 2025 അവസാനമൊക്കെ ആകും. അത് തീർന്നെന്ന് പറയാം. അല്ലാതെ ഈ മറ്റുള്ള കമ്പനികളെ പോലെ പ്രഡിക്റ്റബിൾ അല്ല ഇവിടുത്തെ പണികളൊന്നും. മണ്ണിൻ്റെ പ്രശ്നമുണ്ട്, അതേപോലെ അങ്ങനത്തെ പല പല പ്രശ്നങ്ങളുണ്ട്. ഏതായാലും സുഹൃത്തുക്കളെ, വീഡിയോ കാര്യമായിട്ടുള്ളൊരു പുരോഗതി ഇല്ല. എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണോ നിങ്ങൾക്ക് അറിയാം. ഇഷ്ടപ്പെട്ടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചേക്കേണ്ടി. ഏതായാലും ഞാൻ നിർത്തുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പോയിക്കോളൂ. അപ്പോൾ ഏതായാലും തളിപ്പറമ്പ് ബൈപ്പാസിൻ്റെ പണികൾ കഴിയണമെന്നുണ്ടെങ്കിൽ ഇനിയും ഏകദേശം ഒരു 1.5 കൊല്ലം കാത്തിക്കേണ്ടി വരും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.